സർ 1.5 മാസമായി ജയിലിൽ കഴിയുന്ന സുഗതന് ഇപ്പം 6 മാസത്തെ അവധി അപേക്ഷ കോർപ്പറേഷൻ കൗൺസിൽ യോഗം അംഗീകരിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. അപ്പം ഇതിൽ നിഷ്പക്ഷനായി നിന്ന ഒരു സുധീഷ് കുമാർ ഹീറോ ആയ ഒരു സമയമായിരുന്നു ഇപ്പം അല്ലെ വിമതനായിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ? അതായത് BJP കൂടുതൽ കരുത്താർജിച്ചു, അതാണ് BJP തൂത്തുവായി എന്ന് പറയാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യാൻ സാധിക്കും, ആരെയൊക്കെയോ വിശ്വസിച്ച് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഈ പറയുന്ന കാർത്തികേയൻ്റെ മകൻ ശബരിനാഥ്. അയാൾ എല്ലായിടവും പാടുമല്ലേ. എന്നിട്ട് ഓരോരുത്തരുടെ പേര് പരാതി പറയും. ഇപ്പോൾ ഇതിനകത്തും ആഭ്യന്തര വകുപ്പ് അത്തരത്തിലൊരു കുറിപ്പ് കൊടുത്ത, ആഭ്യന്തര വകുപ്പിന് അത്തരത്തിൽ ഒരു കാര്യം ചെല്ലുമ്പോൾ അതിന് അതേ രീതിയിലുള്ള ഒരു കുറിപ്പ് കൊടുക്കാനേ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ഇന്നിടത്ത് അവധിക്ക് അപേക്ഷ വേണമെങ്കിൽ ആഭ്യന്തര വകുപ്പും ജയിൽ സൂപ്രണ്ടാണ് അതിൻ്റെ കസ്റ്റോഡിയൻ അവിടെ കൊടുത്തേക്കാൻ ഇവർ പറയും. അവർ പറഞ്ഞു, അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തു, അത്തരത്തിൽ അവധി കിട്ടി. അപ്പം അതിനകത്ത് അത് അവധിക്ക് അങ്ങനെ കുറിപ്പ് കൊടുത്തവർക്കെതിരെ അന്വേഷണവും നടപടിയും ഒക്കെ. അപ്പം ഇനിയും നടപടി എടുത്തിട്ട് കാര്യമുണ്ട്, അതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞല്ലോ. അപ്പം മാത്രവുമല്ല, ഇപ്പൊ തന്നെ ആ അവധി അംഗീകരിപ്പിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ആ കോർപ്പറേഷനകത്ത് ഉണ്ടാക്കാൻ ശബരിനാഥിന് കഴിഞ്ഞു. ശബരിനാഥ് എന്തോ നേതാവാണ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നല്ലോ അദ്ദേഹം. ഇപ്പോഴും എനിക്കൊന്ന് DCCയിലൊക്കെ ഉത്തരവാദിത്വം, DCC പ്രസിഡന്റ് ആവാൻ നടക്കും അദ്ദേഹം. മനസ്സിലാകുന്നുണ്ടോ? ഒരുപക്ഷെ ജയിച്ചായിരുന്നെങ്കിൽ മന്ത്രിയാകാൻ സാധ്യതയുള്ള മനുഷ്യനായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പുറകോട്ടുള്ള ഒരു കാര്യം പരിശോധിക്കുമ്പോൾ ആ കാർത്തികേയന്റെ മകനല്ലേ, നാട് കിടക്കുന്നിടത്ത് ഒരു പൂട വേണ്ടേ, മനസ്സിലായിരുന്നു ആ രീതിയിലൊക്കെ ഇത്. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും കഴിയത്തില്ല, ഒന്നിനും കൊള്ളത്തില്ല രാഷ്ട്രീയ. അത് ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് വേറെ ഒരു കോൺഗ്രസ്സുകാർ അഭിപ്രായം പോലും പറയാത്തത്. മാത്രവുമല്ല, ഓരോന്നിനോരോ സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്, ആ പാർട്ടിയുടെ തലസ്ഥാനത്തുള്ളൊരു കോർപ്പറേഷനാണ്, തലസ്ഥാനത്തുള്ളൊരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഏത് വകുപ്പിനകത്തും സ്വാധീനം ചെലുത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷെ ഒന്നും കഴിയുന്നില്ലല്ലോ. അവിടെ VV രാജേഷിന് എല്ലാം കഴിയുന്നു. VV രാജേഷ് നേരത്തെ പത്രക്കാരെ കാണുമ്പോഴും അല്ലെങ്കിൽ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ 50-51. ഇപ്പൊ തന്നെ ഈ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ അവിടെ ഭരണം പോകുമോ പോകത്തില്ല, തുലാസിലാണ്, ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴും VV രാജേഷ് വെല്ലുവിളിച്ചാണ് നിൽക്കുന്നത്. അത് എന്തൊക്കെയോ അയാൾക്ക് സാധിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അയാളെ എന്തൊക്കെയോ തീരുമാനിച്ചെന്ന് പോലെ. കാരണം കേരളത്തിൽ രാഷ്ട്രീയക്കാരൻ അല്ല, കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ നമ്മൾ കേട്ടത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൻ, ഇയാളുടെ ജ്യേഷ്ഠനാ മുഖ്യമന്ത്രി നേടെ വീട്ടിൽ എന്ന് പറയും നമ്മൾ കേട്ടത്. ആരും VD സതീശൻ പറഞ്ഞില്ലേ, എന്റെ പിറക്കാതെ പോയ മകൻ കാർത്തികൻ എന്റെ അച്ഛൻ, അല്ലെങ്കിൽ എന്റെ അച്ഛന് തുല്യൻ, എന്നെ ഒരുപക്ഷെ എല്ലാവരും കഴിഞ്ഞപ്പോൾ ഒരു സീറ്റ് തന്ന് സഹായിച്ചവൻ, ആ സീറ്റ് അന്ന് തന്നില്ലായിരുന്നെങ്കിൽ രണ്ടാമത് ആ സീറ്റ് ഞാൻ ജയിക്കാതെ വന്നപ്പോൾ വീണ്ടും കൊടുക്കാൻ കരുണാകരനോട് ശുപാർശ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ പദവിയിലെങ്കിലും എത്തത്തില്ലായിരുന്നു. അത് ജയിക്കത്തില്ല, അവിടുന്ന് മന്ത്രിയാവത്തില്ല. രണ്ടാമത് അയാളെ പരീക്ഷിക്കാൻ പാർട്ടി തയ്യാറല്ലെങ്കിൽ കരുണാകരന് താല്പര്യമില്ലായിരുന്നു പറഞ്ഞ് അയാളെ വീണ്ടും അവിടെ നിർത്തി ജയിപ്പിക്കാൻ നോക്കത്തില്ല, വേറെ ആർക്കെങ്കിലും കൊടുത്തേ. രണ്ടാമത് നിർത്തുന്നു, അയാൾ ജയിക്കുന്നു, പിന്നെ 25 കൊല്ലം അയാൾ മന്ത്രിയാവുന്നു, അയാൾ പ്രതിപക്ഷ നേതാവുന്നു, അയാൾ മുഖ്യമന്ത്രിയാവുന്നു. അപ്പൊ അയാൾക്ക് വല്ലാത്ത സ്വാധീനമുള്ള ഒരു വീട്ടിൽ നിന്ന് ഉള്ള ഒരാൾക്ക് ഈ ഭരണത്തിനകത്ത് ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു കൊക്കിന് ജീവനുണ്ടെന്ന് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ സുഗതനിപ്പോ ജയിലിലല്ല, സുഗതനൊരു സ്റ്റാറാ. സുഗതൻ 6 മാസത്തേക്ക് ഇപ്പം അംഗീകരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സുഗതൻ 6 മാസം കഴിയുമ്പോൾ ഇറങ്ങി വരും. അതിനു മുമ്പ് അവര് കോടതികളിലൊക്കെ ഉണ്ട്. ഈ കാപ്പാക്ക് നിയമം എന്ന് പറയാൻ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, മറ്റു പലയിടത്തും ഇല്ല. അപ്പൊ ഈ നിയമം ലോക്സഭ പാസാക്കുന്ന ഈ നിയമം കാപ്പാക്ക് കേസിന്റെ മറപറ്റി അയാൾക്കുള്ള ആനുകൂല്യങ്ങൾ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ കോടതി വരുമ്പോൾ അത് അങ്ങനെ വരാനാ സാധ്യത. കാരണം സുഗതൻ തിരുവനന്തപുരത്തെ കൗൺസിലറാണെങ്കിൽ സുഗതനെ പോലെയുള്ള കൗൺസിലർമാരുടെ ഇതുപോലെ സമാനമായ സ്വഭാവമുള്ള കേസുകൾ ഇന്ത്യയിലുടനീളം കൈകാര്യം ചെയ്യുന്ന കോടതികളും ആ കേസുകളെല്ലാം ഒരുപക്ഷെ ഹൈക്കോടതിയിൽ പോലും തീർപ്പാക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരിടം സുപ്രീം കോടതി, അതൊറ്റ കോടതിയേ ഉള്ളൂ. അപ്പൊ അവിടെ നിന്നെല്ലാം സമാനമായിട്ട് ഒരു നിയമം എല്ലായിടത്തും പഞ്ചായത്ത് നിയമം ഒന്നാണ് ലോക്സഭ പാസാക്കിയത്. അപ്പൊ അതിനകത്തൊക്കെ രക്ഷണം സത്യം. അതായത് ഇപ്പം ഒരു കാര്യം വ്യക്തമായി, സുഗതനിധി ഇല്ലെങ്കിലും കാര്യം നടക്കും. മനസ്സിലായില്ലേ? അതെ. അപ്പൊ ഇനിയിപ്പം കോൺഗ്രസിനകത്തുനിന്ന് വേറെ പല ആൾക്കാരും ഒക്കെ പൊഴിഞ്ഞു പോയാലും അത്ഭുതപ്പെടാനില്ല. കാരണം കോൺഗ്രസിനകത്തുനിന്ന് വിമതനായിട്ട് നിന്നിട്ട് കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസിനെ സഹായിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട്
അയാൾ അതിനകത്തുനിന്ന് വെളിയിൽ പോകണമെങ്കിൽ ഇയാളെ കൊണ്ട് ഒരു കഴമ്പുമില്ല, ഇതിനകത്ത് നിന്നിട്ട് ഒരു കാര്യവുമില്ല. നാളെ കാലത്ത് കോർപ്പറേഷനകത്ത് BJP അല്ലാതെ കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ലെന്ന് ഒരു രാഷ്ട്രീയക്കാരന് ബോധ്യം വരുമ്പോഴേ ആ രാഷ്ട്രീയക്കാരൻ നിലപാടെടുക്കുന്നത്. അവന്റെ നിലനിൽപ്പിനെയും കൂടെ ബാധിക്കുന്ന രീതിയിലേ അവൻ നിലപാടെടുക്കത്തുള്ളൂ. അവൻ അവിടെ കൗൺസിലറായിട്ട് സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിക്കാൻ പറ്റിയല്ലോ, അവന് കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലല്ലോ. അപ്പൊ കോൺഗ്രസായിട്ട് വലിയ ആത്മബന്ധമൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ രണ്ടാമതും കോൺഗ്രസിനെ പറ്റിച്ചേർന്നിരുന്നപ്പം കോൺഗ്രസ് ഒക്കെ അധികാരത്തിൽ വന്നു, കോർപ്പറേഷനകത്ത് നിൽക്കാം. കോൺഗ്രസ് നാളെ കാലത്തെങ്കിലും, ഇപ്പൊ എന്തായാലും കൗൺസിലർമാരെ കൊണ്ടൊന്നും ഉണ്ടാകത്തില്ല, നാളെ കാലത്ത് എങ്കിലും കോൺഗ്രസ് വരും. പക്ഷെ കോൺഗ്രസിനെ നാളെ കാലത്ത് ഇയാളെ ഏൽപ്പിച്ച ഇയാളെ കൊണ്ട് വരാനും പറ്റത്തില്ല. BJP രാജേഷ് പറഞ്ഞതുപോലെ ഇപ്പൊ 51, പിന്നെ 75, പിന്നെ 100 എന്നുള്ള രീതിയിലേക്ക് പോകും. അതിനുള്ള പണിയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് പോലും, അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയുടെ കാര്യം എന്തോ, അപ്പൊ ഇയാളെക്കാട്ടും നല്ല നേതാവാണെന്ന് കോൺഗ്രസിനകത്ത് വിമതൻ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ സുഗതനെ പറ്റി തീരുമാനം എടുക്കുമല്ലേ. അപ്പൊ സുഗതൻ ഇനിയും സുഗതനോട് വരുമ്പോ 52 ആവത്തില്ലേ. പക്ഷെ VV രാജേഷിന്റെ കോൺഫിഡൻസ് സമ്മതിക്കണം അല്ലേ? നേരത്തെ പറഞ്ഞല്ലേ VV രാജേഷ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അയാൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെ, സെറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കും, അങ്ങനെ ഒരു വിഷൻ ഉള്ളത് കൊള്ളാം. അല്ലെങ്കിൽ എന്നെ കൊണ്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം. അത് നമ്മൾ കണ്ടില്ലേ, മോദിയല്ല അമിത്ഷാ കണ്ടിട്ടില്ലേ. അമിത്ഷാ ഉണ്ടാതിരിക്കും, പക്ഷെ അയാളെല്ലാം സെറ്റ് ചെയ്യും. അപ്പൊ അതിൽ വല്ലാത്ത ആത്മവിശ്വാസമാണ്. പക്ഷെ അതൊന്നും സാധിക്കുന്നില്ല. ഞാനൊക്കെ വിചാരിച്ചു പോവും കോർപ്പറേഷൻ BJP കൈവിടും, അങ്ങനത്തെ ഒരു ഇത് വന്നില്ലായിരുന്നു അല്ലെ? അത്ര വരെ എത്തിയിട്ട് ഇപ്പൊ ഓക്കെ ആയി. കാരണം ഈ പ്രതിസന്ധികളെല്ലാം നമ്മൾ പറയത്തില്ല, ചിലരെ അവസരങ്ങളാക്കുക. VV രാജേഷിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളൊക്കെ അവസരങ്ങളായി. കാരണം 51 ഒപ്പിക്കാൻ ആദ്യം കേട്ട പാട്. ഒരു 2 സ്വതന്ത്രന്മാരും കൂടി മുമ്പോട്ട് കൊണ്ടുവന്നപ്പോൾ അവിടെ തർക്കം. ഈ സ്വതന്ത്രന്മാർ വലിയ പ്രതീക്ഷ, മറ്റു പല പ്രതീക്ഷകളിലുമായിരുന്നു. ആദ്യം ഒരു സ്വതന്ത്രനെ കൊണ്ടുവന്നു, അയാള് ആവതുപോലെ ഇവർ നോക്കി അയാളെ അപ്പുറത്ത് കൊണ്ടുപോകാൻ, അയാളെ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കാനും മറ്റു പല നോക്കി. അത് ജന്മം ഉണ്ടായാൻ വരത്തില്ല. ഇപ്പം വേറെ രണ്ടാമത് ഈ സ്വതന്ത്രനായിരുന്നു. ഈ സ്വതന്ത്രൻ എന്ത് വന്നാലും വരത്തില്ല, ഞാൻ സ്വതന്ത്രനാണ്, എൻ്റെ പ്രദേശത്തെ ജനങ്ങൾ എന്നെ അങ്ങനെയാണ് ജയിപ്പിച്ചത്, എനിക്ക് രാഷ്ട്രീയ ഭാവി ഉണ്ടാകത്തില്ലെന്നൊക്കെ അന്ന് പറഞ്ഞു കേട്ടു. പക്ഷെ ഇപ്പൊ അയാൾ അവസാന നിമിഷം ഇന്നലെ വരെ വന്നില്ല, വോട്ട് ചെയ്ത സമയത്ത് അയാൾ വോട്ട് ചെയ്തു. മനസ്സിലായത്? വളരെ കൃത്യമായിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഇന്നലത്തെ ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാ. ഇയാൾക്ക് അവധിക്ക് അപേക്ഷ. പക്ഷെ അതൊക്കെ വേറെ ചില നിയമവശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇയാൾ അന്ന് തൊട്ടാ കൗൺസിലർ ആവുന്നത്. അപ്പോഴും ഈ 3 ഇതെന്നുള്ളത് വരത്തില്ല. പിന്നെ മാത്രമല്ല, ഇയാൾക്ക് ജയിലിൽ കിടക്കുന്നുണ്ട്. ഇയാൾക്ക് അവധിക്ക് അപേക്ഷയ്ക്ക് കൊടുത്താൽ അവധി അംഗീകരിക്കണം. കൗൺസിലിന്റെ ഭൂരിപക്ഷം മതിയെന്ന് എനിക്ക് തോന്നുന്നു. കൗൺസിലിന്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഇല്ല, വരത്തില്ല. ഇവർ 50-50 എന്ന ഭൂരിപക്ഷം വരത്തില്ല. അപ്പൊ അപ്പറ അങ്ങനെയാണല്ലോ നിന്നത്. വല്ലാത്ത പ്രതിസന്ധി തന്നെയായിരുന്നു. അത് ഈസി ആയിട്ട് അവർ തരണം ചെയ്തു. മാത്രമല്ല, ഈ പ്രതിസന്ധി എന്നേക്കുമായിട്ട് തരണം ചെയ്തു. സുഗതൻ നാളെ കാലത്ത് ഇല്ലെങ്കിൽ പോലും സുഗതൻ ഇനി അങ്ങ് വന്നു. സുഗതൻ ഇതെല്ലാം ഇവർ പറയുന്നത് പോലെ എല്ലാം അംഗീകരിച്ചു. സുഗതനെ പറഞ്ഞ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് തെറിച്ചു പോയി. സുഗതൻ നാളെ കാലത്തെ മത്സരിച്ചു, അവിടെ ജയിച്ചില്ലേ പോലും BJPയുടെ ഭരണം പോകത്തില്ല. മനസ്സിലായില്ലേ? സുഗതൻ രണ്ടാമത് നിൽക്കേണ്ടി വരികയും അവിടെ മത്സരിക്കുകയും ജയിക്കാതിരിക്കുകയും ചെയ്താൽ പോലും പോകത്തില്ല. അപ്പൊ VV രാജേഷിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് കോർപ്പറേഷൻ അനുകൂലമായിട്ട് കോർപ്പറേഷൻ ഏതാണ്ട് തൂത്തുവാരി ഇനിയിപ്പോ പൊഴിഞ്ഞു ഇപ്പോഴത്തെ ഇതനുസരിച്ച് വീണ്ടും പൊഴിഞ്ഞു പോകുമല്ലോ കോൺഗ്രസിനകത്ത്. ഇപ്പൊ കോൺഗ്രസിനകത്ത് അവിടെ ഇപ്പൊ ആരാന്ന് പറഞ്ഞാലും പ്രാദേശിക നേതാക്കന്മാർ നോക്കുന്നവർ, പക്ഷെ അവർക്ക് നിലനിൽപ്പുള്ള ഒരു രാഷ്ട്രീയത്തിനെ നോക്കത്തുള്ളൂ. കാരണം പ്രതീക്ഷയില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. കോർപ്പറേഷൻ മത്സരിക്കാൻ നിൽക്കുന്ന നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നാളത്തെ MLA സീറ്റ് ഒന്നും കിട്ടത്തില്ല. നമുക്ക് കേരളത്തിൽ രാഷ്ട്രീയമൊക്കെ അറിയാം. അപ്പൊ അവർ കോർപ്പറേഷൻ മത്സരിക്കുന്ന നാളെ കാലത്ത് ഒരു ചെയർമാനോ അല്ലെങ്കിൽ ഭരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൗൺസിലറൊക്കെ ആയിട്ട് നിൽക്കുന്ന ഗുണമൊന്നും അല്ലാതെ നിൽക്കുന്ന കൗൺസിലറിന് കിട്ടത്തില്ല. അപ്പൊ ആ രീതിയിലേക്ക് പോകുമ്പോൾ വീണ്ടും ആ ഒരു ആശയവും അല്ലെങ്കിൽ അത്തരത്തിൽ തുടർച്ചയായിട്ട് ഇത് തന്നെ വരാൻ സാധ്യതയുള്ള ഒരു സംവിധാനം BJPയുടെ ആണെന്ന് കാണുമ്പോൾ BJPയിലേക്ക് ചേരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒന്നിപ്പോൾ പോന്നിട്ടുണ്ടെങ്കിൽ ഇനിയും 9 ആവാം, 20 ആകാം. ഏതായാലും BJP തൂത്തുവാരി. അതെ, VV രാജേഷിന്റെ സമയമല്ല. അതെ, സമയം നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.